ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഞാൻ ഒരു 2 ദിവസം മുന്നേ ഞാനൊരു വാർത്ത കാണാനിടയായി. വയലിൽ വാർത്ത കണ്ടത് നമ്മളെ കേരളത്തിൻ്റെ ടൂറിസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ടൂറിസം എത്ര വളർന്നു, നമ്മളെ നാട് എത്ര വളർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾക്കൊന്നും ഇതൊന്നും അറിയില്ല. നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിലെ ആൾക്കാർ കേരളത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളം ഒരുപാട് മുന്നിലാണുള്ളത്. ഈവൻ ടൂറിസം ആവട്ടെ, ഈ വികസനം, ഏത് വികസനമാവട്ടെ, കേരളം ഒരുപാട് മുന്നിലാണ്. നമ്മൾ അവിടെ നിന്ന് ആ ഇട്ടാവട്ടത്തിൽ നിന്ന് നിങ്ങളറിയുന്ന 2-3 ആളായി സംസാരിച്ച്, അപ്പോൾ അവരും നിങ്ങളും തമ്മിലുള്ള കോൺവെർസേഷനിൽ കേരളം കുറ്റാണ്, എപ്പോഴും കുറ്റാണ്, കേരളം അങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ്, കേരളത്തിലൊന്നുമില്ല. പക്ഷേ നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലാണ് എന്തൊക്കെയോ ഉള്ളത്. പുറത്ത് സംസാരിച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലാണുള്ളത്. നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്ന് പറയുന്ന പോലെ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് കേരളത്തിനെ കുറിച്ച് അറിയാത്തത്. നിങ്ങൾ പല സ്റ്റേറ്റിലും പോയിട്ട് ഒന്ന് ചുറ്റി നടന്നിട്ട് പോകാം, അപ്പം കേരളം എന്താണെന്നറിയും. ഇത് എന്തൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്ന പോലെ പിണറായി വിജയൻ എന്ത് ചെയ്താലും കുറ്റം. കക്കട്ടെ പിടിക്കട്ടെ, ആരാ കക്കാത്ത, ഏത് പൊളിറ്റീഷ്യനാണ് കക്കാത്ത? എല്ലാവരും കക്കും. എല്ലാവരും ഈ ഫീൽഡിലേക്ക് വരുന്നത് കക്കാൻ വേണ്ടിയിട്ടാണ്. അവർ കട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊന്നുമല്ല വിഷയം. നമുക്ക് വികസനം ഉണ്ടോ? കേരളത്തിന് ഇപ്പം മറ്റുള്ളവരെങ്ങനെ കാണുന്നു? ഇപ്പം ലോകരാജ്യങ്ങൾ കേരളത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മനസ്സിലായോ? എല്ലാ മീഡിയക്കാരും ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ സേഫ്റ്റി, അതുപോലെ കേരളത്തിലെ ക്ലീന്, കേരളത്തിലെ ജനങ്ങളെ ബിഹേവിയർ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ടൂറിസം, ഇതൊന്നും അറിയാതെ ഓരോ സൈഡിൽ ഇരുന്നിട്ട് പിണറായി വിജയൻ അങ്ങനെ, റിയാസൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് നല്ലതാണ്. കമ്പയർ ടു എനി ഭരണം നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ പിണറായി വിജയൻ്റെ 10 വർഷത്തിലാണ് എന്തൊക്കെയല്ലോ നടന്നത് കേരളത്തിൽ. ഇതിനു മുമ്പൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും കേരളത്തിന് അറിയാൻ തുടങ്ങി. അത് നമുക്കതിനൊരു എന്താ പറയണ്ടേ, നിങ്ങൾ നന്ദി കൊടുത്തിട്ടില്ല, നിന്ദിക്കാൻ പാടില്ല, അത്രേ ചെയ്യണ്ടു.